ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സമൃദ്ധ, നീ ആരാ നിനക്കറിയില്ല. നിനക്കറിയില്ല, എനിക്കറിയില്ല, ഇവർക്കറിയില്ല, ആർക്കും അറിയില്ല. കാണിക്കുന്നേ വായിങ്ങോട്ട് പറഞ്ഞ എന്താ അമ്മേ, വെള്ളം വേണോ? വെള്ളം വേണമെങ്കിൽ അമ്മ എന്നെ വിളിച്ചാ പോരായിരുന്നോ? മോൾ ഉറങ്ങുമായിരുന്നു. അതിനെന്താ, എന്നെ വിളിച്ചാ ഞാൻ ഉണരില്ലേ? മതിയോ? എന്താ അമ്മ ഇത്? മോളുടെ കഷ്ടപ്പാട് ഓർത്തപ്പോ അമ്മയുടെ കണ്ണ് നിറഞ്ഞുപോയി. ഇത് പകർച്ചവ്യാധിയാണെന്നാ എല്ലാരും പറയുന്നത്. മോക്കിതെങ്ങാനും വന്നാ? അതൊക്കെ വെറുതെ പറയുന്നേ അമ്മേ, എനിക്ക് പേടിയൊന്നുമില്ല. എനിക്ക് വയ്യാതെ വന്നപ്പോഴൊക്കെ അമ്മയല്ലേ എന്നെ നോക്കിയിട്ടുള്ളത്. അമ്മയ്ക്ക് വയ്യാതെ വന്നപ്പോ ഞാനല്ലാതെ വേറെ ആരാ നോക്കേണ്ടത്? അതിനിങ്ങനെ സങ്കടപ്പെടേണ്ട ഒരു കാര്യവും ഇല്ല. മോള് കൊച്ചുകുട്ടിയല്ലേ? അതുകൊണ്ട് എന്താ, എനിക്ക് അമ്മയെ നോക്കിക്കൂടെ? സഹായത്തിന് വിളിച്ചവരൊന്നും വന്നില്ലല്ലോ മോളെ. അമ്മയ്ക്ക് സഹായത്തിന് ഞാനില്ലേ, പിന്നെന്താ? അമ്മ ഉറങ്ങിക്കോ, ഒരുപാട് സംസാരിക്കണ്ട. ആര് വന്നില്ലെങ്കിലും അമ്മയ്ക്ക് ഞാനുണ്ട്, അതുപോരെ? അമ്മ ഉറങ്ങിക്കോ. ഈ ലൈറ്റ് അടയ്ക്കണോ അമ്മേ? വേണ്ട, ഇനി മോള് കിടന്നോ. അമ്മ ഉറങ്ങിയിട്ട് ഞാൻ കിടക്കുന്നുള്ളൂ. മോൾ ഉറങ്ങിക്കോ. അമ്മ ഉറങ്ങിക്കോ. കാണിക്കുന്നത് എന്താ ഉറങ്ങാത്തെ? മോനെ, എന്താടാ ഇത്? ഇതോ ആഘോഷം. ആഘോഷമല്ലേ, ഫസ്റ്റ് നൈറ്റിന്റെ ആഘോഷം. ഇത് കുറച്ച് കൂടുതലാ. അവനവന്റെ അന്തസ്സനുസരിച്ച് പെരുമാറാവൂ. എന്തോ അന്തസ്സോ? അമ്മയുടെയും മകളുടെയും കയ്യില് മരുന്നിനെങ്കിലും ആ സാധനം എടുക്കാനുണ്ടോ? ഉണ്ടോ? ആദ്യ രാത്രി മുല്ലപ്പൂ, കല്യാണ സാരി, നല്ല അന്തസ്സായിരുന്നു. ആഘോഷം പൊടി പൊടി. തൊടണ്ട. എവിടെ എന്റെ ഭാര്യ? എവിടെ എന്റെ സമൃദ്ധ? എവിടെ? അവളോടേക്ക് എനിക്ക് അവളോടൊരു കാര്യം പറയാനുണ്ട്. അവള് മോളും എപ്പോഴും ഉറങ്ങി. ആഹാ, ഉറങ്ങെങ്കിൽ വിളിച്ചുണത്ത്. എനിക്ക് അവളോടൊരു കാര്യം സംസാരിക്കണം. സമൃദ്ധ, സമൃദ്ധ, സമൃദ്ധ.
സമൃദ്ധേ, എനിക്ക് അവളോടൊന്ന് സംസാരിച്ച് ഈ പാതിരാത്രി അവളെ വിളിക്കുന്ന എന്തിനാ? വന്നല്ലോ തമ്പുരാട്ടി. ഫസ്റ്റ് നൈറ്റ് ആഘോഷങ്ങളുടെ ഹോൾസെയിൽ കച്ചവടക്കാരി. കെട്ടിച്ചു വിട്ട കുടുംബവും കുളം തോണ്ടി ഡിവോഴ്സും കഴിഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുക. ഇപ്പോ വേറെ ഏതോ ഒരുത്തന്റെ ജീവിതം കുളം തോണ്ടാനുള്ള റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക. അല്ലേ കൂടെ പിറന്നോളെ? എന്തൊരു നാറ്റം! നാറ്റോ? പൊന്നും വില കൊടുത്തു മേടിച്ച് കുടിച്ച സാധനമാ. അതിന് നാറ്റോന്ന് പറഞ്ഞ അപമാനിച്ച. ആ മതി നിന്നും പ്രസംഗിച്ചത്. പോയി ഉറങ്ങാൻ നോക്ക്. ഇല്ല, ഞാൻ അങ്ങനെ ഒന്നും പോവില്ല. വിളിക്കേ സമൃദ്ധ, വിളിക്കേ. എനിക്ക് അവളോട് രണ്ടു വാക്ക് സംസാരിക്കണം, എന്നിട്ടേ ഞാൻ പോകൂ. എവിടെ സമൃദ്ധേ? അയ്യോ, സമൃദ്ധ, അമ്മേ, ഇവൻ സമൃദ്ധേ, സമൃദ്ധ. കള്ളു കുടിച്ച് ഭ്രാന്ത് കാണിക്കരുത്. അവരെ കിടന്ന് ഉറങ്ങിക്കോട്ടെ. ആ, അങ്ങനെ ഇപ്പൊ ഉറങ്ങണ്ട. സമൃദ്ധേ, എടാ, സമൃദ്ധേ, സമൃദ്ധ. വെള്ളം അടിക്കുമ്പോ നിന്റെ അച്ഛൻ ഇങ്ങനെ തന്നെയായിരുന്നു. രാമേ, ഒരു കാര്യം പറഞ്ഞേക്ക, എന്റെ അച്ഛനെ പറഞ്ഞാണല്ലോ. ആ, അമ്മയാളി സമ്മതിക്കല. സമൃദ്ധ എവിടെ? സമൃദ്ധ, അമ്മ ഈ ഡാൻസ് കണ്ട് നിൽക്കുവാണോ? ഇവനോട് മര്യാദയ്ക്ക് പോയി കിടന്ന് ഉറങ്ങാൻ പറ. അങ്ങനെ എന്നെ കിടത്തി ഉറക്കാമെന്ന് ആരും വിചാരിക്കണ്ട. എല്ലാ സത്യങ്ങളും ഞാൻ അവളോട് തുറന്നു പറയും. നിങ്ങളുടെ രണ്ടുപേരുടെയും മുന്നിൽ വെച്ച് ഞാൻ അവളെല്ലാം പറയും. സമൃദ്ധേ, സമൃദ്ധേ, ഒന്ന് ഇറങ്ങി വന്നേ. എനിക്ക് നിന്നോട് സത്യം പറയാനുണ്ട്. വാ സമൃദ്ധേ. സമൃദ്ധേ, നീ ആരാ നിനക്കറിയില്ല. നിനക്കറിയില്ല, എനിക്കറിയില്ല, ഇവർക്കറിയില്ല, ആർക്കും അറിയില്ല. കാണിക്കുന്നേ വായിങ്ങോട്ട് വരാനാ പറഞ്ഞ. സത്യം പറയാൻ പോകുമ്പോ പറയുന്നു വലിക്കുന്ന. അവളോടെ കിടന്നോട്ടെ, ഉറങ്ങിക്കോളൂ. എനിക്ക് തന്നോട് സത്യം പറയാനുണ്ട്. നീയല്ല. വന്നേ, വാ, എല്ലാം ഞാൻ മിസ്റ്റോട് പറയാം. വാ, വാ, എന്താ? ഒന്ന് വന്നേ, വാ, വാ, വാ. ഇങ്ങോട്ട് കാണിക്കുന്നത്? ഞാനിരിക്കാം. അത് ഞാൻ പറയുന്നത് സമൃദ്ധ കേക്കണം. എന്നോട് ക്ഷമിക്കണം. എന്തൊക്കെയാ ഗോകുലി പറയുന്നേ? ഗോകുൽ എന്തിനാ ഇങ്ങനെ കള്ളുപിടിച്ചേ? അത് ഒരു ധൈര്യത്തിന്, നിന്നോടെല്ലാം പറയാനുള്ളൊരു ധൈര്യത്തിന്.